ഒരു സ്ത്രീയുടെ വസ്ത്രം അവളുടെ സുരക്ഷയെ നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. ഒരു സ്ത്രീയുടെ വസ്ത്രധാരണമാണ്, അതല്ലെങ്കിൽ വസ്ത്രധാരണ രീതിയാണ് അവളുടെ സുരക്ഷയെ നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ അവളുടെ സുരക്ഷയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് വസ്ത്രധാരണ രീതിയാണ് എന്ന് ആ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതിവർ മാത്രമല്ല, അതിനു മുമ്പും കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട അറിയപ്പെട്ട പല സ്ത്രീകളും അവർ മുസ്ലിമീങ്ങളല്ല, എന്നിട്ടും അവർ പലപ്പോഴും പർദ്ദ ധരിച്ചാണ് പുറത്തിറങ്ങാറുള്ളത്. അതിനുള്ള കാരണം ഈ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്ത്രീയുടെ സുരക്ഷയാണ് യഥാർത്ഥത്തിൽ പർദ്ദയിലൂടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഒരു സ്ത്രീ കൂടുതൽ തൻ്റെ ശരീരഭാഗം മറയ്ക്കുന്ന വസ്ത്രം ധരിക്കുന്നത് അത് അവളുടെ പിന്നോക്കാവസ്ഥയെയല്ല, അവളുടെ കരുതലിനെയാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ ധരിച്ചതുപോലെ ഒരു സ്ത്രീ തൻ്റെ ശരീരം മുഴുവൻ മറച്ചാൽ അത് പിന്നോക്കാവസ്ഥയെ അല്ല കാണിക്കുന്നത്, അത് തൽപര കക്ഷികളുടെ ജൽപ്പനമാണ്. മറിച്ച് അത് കാണിക്കുന്നത് അവളുടെ കരുതലിനെയാണ്. അവളുടെ ശരീരത്തിന് നൽകുന്ന പ്രാധാന്യമാണ്, ഡിഗ്നിറ്റിയാണ്, ബഹുമാനമാണ്, ആദരവാണത് കാണിക്കുന്നത്. മാന്യതയുള്ള ലജ്ജയുള്ള സ്ത്രീകൾ ആ നിലക്ക് തന്നെയാണ് ചെയ്യുക. അതല്ലാതെ അതവരുടെ പിന്നോക്കാവസ്ഥയെ കാണിക്കുന്ന കാര്യമല്ല.